വർത്തമാനവും ജീവിതമെല്ലാം ഒരുപോലെ ദൈവത്തിന് പ്രസാദകരമായി സമർപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ സ്ഥാപനത്തിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മെഡിക്കൽ കോളേജിൻ്റെ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് 22ാമത് വാർഷികാഘോഷ പരിപാടിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദൈവം അവസരം നൽകിയതിനായി സ്തോത്രം. ഈ സ്ഥാപനത്തിൽ 25 വർഷം സേവനം പൂർത്തിയാക്കിയവരെയും ഈ സ്ഥാപനത്തിൽ അധ്വാനിക്കുന്നവരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങളെ ഓർമ്മിച്ച് ദൈവത്തിന് നന്ദി പറയുന്നതിനും ദൈവം തന്നിട്ടുള്ള അവസരത്തിനായി സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവർ അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഏറ്റവും അനുഗ്രഹീതമായൊരു സമ്മേളനമായി തീരുവാൻ ദൈവം ഇതിനെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സകലവും ഞങ്ങളുടെ പാദങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മെഡിക്കൽ കോളേജിന്റെ 22ാമത് വാർഷികാഘോഷവും തുടർന്ന് SSLC, +2 ഡിഗ്രി തലങ്ങളിലെ വിജയം കൈവരിച്ച നമ്മുടെ സ്റ്റാഫിന്റെ മക്കൾക്കുള്ള അനുമോദനവും അതുപോലെ 25 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾക്കുള്ള ഉപകാര സമർപ്പണം ഇന്നേ ദിവസം ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കൂടുതൽ പറഞ്ഞ സമയത്തെ കളയുന്നില്ല. ഇന്നേ ദിവസം അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബാഗ്രേസ് സാറാണ്. സാറിന് ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന സാറിനെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനും ഉന്നമനത്തിനുമായിട്ട് വർഷങ്ങളായി കാലാകാലങ്ങളിൽ നമ്മെ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡോക്ടർ അനുഷ മെർലിൻ മാഡത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ പൊലിക്കൻ, ഡോക്ടർ ജോയൻ മാഡം. ഇവരൊക്കെ ഏറെ നാളത്തെ പരിചയമുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചാപ്ലിയൻസി ഡിപ്പാർട്ട്മെന്റിലെ മേധാവിയായിരിക്കുന്ന സുശീലച്ചനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിനെ മോടി പിടിപ്പിക്കുന്നതിന് ഗാനം ആലപിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റൽ കൊയർ അംഗങ്ങൾക്കും മറ്റ് എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു.
God. The purpose of gathering today, you all know that. Yes, we had a long journey of 22 years from the start of medical college and hospital. Welcome medical college. The hospital is there already. Before that, hospital is there. But medical college, hospital was started. Medical college, the hospital was started 22 years back. Thanking Almighty God for this medical college and hospital for being a symbol of healing and hope for the past 22 years. And praise the Lord. Give thanks to Almighty God for His good. Now, when you read the chapter, 2 Corinthians chapter 9 verse 15, thanks be to God for His indescribable gift. And when you see the meaning of indescribable gift, there are a lot of other meanings. Unexpressive, unimaginable gift given by the Almighty God. You know, in the Bible, about 168 times the gift word was repeated. Every chapter, I think almost everywhere, gift. And that too is indescribable. We cannot imagine, unexpected. That was told in the Bible. I think this is also a gift from the Almighty God. And we got it 22 years back. When you go through the literature and books, says that gifts, economic gifts are there, positional gift is there, power gift is there, time gift is there. We got all. We got all in this institution. There is only because of Almighty God, and we should be thankful to God. The economical gift, what we think is we got it. That's because of my own effort. Not like that. It is only because of Almighty God. He has given the wise, He has given the path how to go and approach. So the gift, economical gift, was given ultimately by the God. We should be thankful for our economical gift. Position gift. 1 year back, when I was discussing with the principal madam, she told, this position was given by the Almighty God, so I have to serve. Whenever He wants, He can take back. So this gift was, so I was really impressed with madam's word. She told it's a gift. Yes. The position gift along with the power gift given to each and everybody. When you work as a nurse, as a head nurse, or a supervisor, the gift was given, the power gift was given by not by us, not by the administration, it was given by the Almighty God. But think that above that, God is there. The power ultimately given by the Almighty God, so serve accordingly. Time gift. We all know that 24 hours is in a day, but the gift, this 24 hours, was given by Almighty God only. We cannot decide what to do with it. There are different literature says that time planning is important. Yes, of course, the time planning is also very, very important, and the time planning is very important, and that will be given by Almighty God. The knowledge. How to arrange the time, how to split up the time, how to utilize the time. The time management is ultimately a gift given by the God, not you being made it. So ultimately, we should be thankful to the gift, and whatever we got in our life, for our institution, it is a gift done from the Almighty God. We should be thankful to Almighty God. Now, going back to the 22 years of journey. We have faced a lot of crisis during our journey. Economic crisis, so we call it financial crisis, administrative crisis, management crisis,
crisis, needy crisis, inspection crisis. What else? Lot of crises we have faced that. Well, I was thinking yesterday night, but nobody can stop our journey. How? How this happened? Because we trust in Lord. We trust in Lord. The Lord is my strength and my shield. My God trusts in Him. The only God can help us in crisis. We used to think that how to manage this bad situation, but next day, God will give an idea. Without God's help, we cannot go forward. So, not only the development of the institution can happen in your life also. So, please trust God. Don't trust in money, don't trust in manpower, don't trust in superiors, don't trust in politicians. But God will help you. If you trust in God, definitely God will help you. He will show different ways. Finally, it's a teamwork. It's a teamwork. Definitely it's a teamwork. You cannot achieve all these things by single person or multiple persons are there. We are grateful for every hand that has contributed to growth of this medical college and hospital. For every life saving, for every tear wiped, and every smile brought to the face, we acknowledge that every good and perfect gift is from above. God has given that gift. How to be patient, how to manage crisis, all was given by Almighty God. We should be again thankful to Almighty God. And we work as a team, and we will go forward. I'm sure if you trust in God, He will help us to grow further and further. Thank you. God bless you all. Need this opportunity to stand before you and felicitate the gathering. Today, as we stand here, we remember the journey which we have gone through. From a small dispensary to a 710-bedded multi-specialty hospital with medical college, nursing college, school of nursing, paramedical degree and diploma courses. The journey would have been a very tedious journey, and I thank God Almighty for the enormous grace and gift which God has showered upon this institution. This is the only one medical college which the CSI can be proud of. God's own gift. When we read the Old Testament, there was a great leader whom God chose. He was Moses. God chose Moses not because of his abilities, but because of the love God had for the people of Israel. When we go through the history of Moses, we know he was a murderer, and to escape from there, he fled to Egypt. Now we know that he chose a person whom God delighted. The only purpose God had in his mind was to bring the captivity of Israel. The same way as we are here to celebrate the 22nd anniversary of the inception of this medical college, we cannot forget the contributions of the leader whom God had chosen for with a great vision. As we celebrate the birthday of our director, I pray God Almighty that God bless him, and his vision and mission is a blessing for so many families and the Christian community here. And by the pure
mercy of God, and as our medical superintendent told, by the divine gift of God, we have come to this extent. I wholeheartedly thank God for this grace and mercy which He has showered upon us, and all the winners, all the achievers here that who have got high marks in 10th standard, in plus 2, and in their degree courses also. So we do acknowledge, we do congratulate each and everyone who are here, and this is because of the pure grace of God Almighty who has enabled you for this achievement. I wish God's blessings and may God guide you for a prosperous future. Thank you. Dr. Menet Abraham, and then Dr. Baburaj sir, Anusha ma'am, and Joanne. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ മക്കൾക്ക് ഇനി എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മാർക്ക് കൂടിയുള്ള എല്ലാവർക്കും എന്നോട് സ്നേഹ വന്ദനങ്ങൾ. ഈ മലയാളത്തിൽ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് കഷ്ടിച്ച് ഞാൻ മലയാളത്തിലെയും തമിഴ് മിക്സ് ചെയ്ത് സംസാരിക്കാം. 1995 ഞാൻ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ മെനറ്റ്. അപ്പോൾ ഡോക്ടർ മെനറ്റാണ് മെഡിക്കൽ സൂപ്രണ്ടന്റ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും സാർ ആ കസാരയിലൊക്കെ എല്ലാവരും ഓടിക്കുന്നു அப்படின்னு. പക്ഷെ പണ്ട് സാർ അങ്ങനെയല്ല. കഷാരയിൽ കുറച്ച് നേരമായിരിക്കും, ഒപിയിലായിരിക്കും, എല്ലാ നാളും ഒപിയിലായിരുന്നു, മെഡിസിൻ ഒപിയിൽ. സാറാണ് മെഡിസിൻ ഒപി ഇൻചാർജ്. അപ്പോൾ നമ്മൾ സാറിൻ്റെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഐ ആൾവേസ് ഫോളോ സാർസ് പ്രിൻസിപ്പിൾ. നമ്മളെപ്പോഴും സാറിനെ ഫോളോ ചെയ്യും എല്ലാത്തിനെയും. അപ്പോൾ സാർ എപ്പോഴും എല്ലാ പേഷ്യൻറ്റും തൊട്ട് തന്നെ സംസാരിക്കും. അമ്മച്ചി കുറവുണ്ട് അമ്മച്ചി அப்படின்னு. So that is called healing touch. That is missing in many younger generation. ഇപ്പോൾ யாருமே രോഗിയെ തൊടാനേ ഒരു സങ്കടപ്പെടുന്നു. Because when they come from the big rich people, they even if they touch the patient, they will wash. ഒരു മാതിരി ഒരു ഇത് കാണിക്കുക. സാർ അങ്ങനെ കാണിക്കത്തില്ല. യാർ പേഷ്യൻ്റ് വന്നാലും തോളിൽ കൈ അമ്മച്ചി സുഖം ഉണ്ടാ എങ്ങനെ ഉണ്ട് அப்படின்னு ഒരു എമോഷണൽ കണക്ട് ഉണ്ടാക്കും സാർ. അത് ഞാൻ സാറുടെ തന്നെ ഇന്നും പഠിച്ചു. ഇപ്പോഴും ഒപ്പിയിലെയും എവിടെ പേഷ്യൻ്റ് കണ്ടാൽ സ്നേഹത്തോടെ സാറിനെ ഫോളോ ചെയ്ത് തന്നെ ഇപ്പോഴും നമ്മൾ സംസാരിക്കും. അതിനപ്പുറം സാറിന് പണ്ട് രണ്ടാമത് ഒരു ക്വാളിറ്റി, സാറിന് വലിയ ഈഗോ ഇല്ല. അപ്പോൾ ഒരു ടൈമിൽ എല്ലാവരും നമ്മൾക്ക് ചാർട്ട് സാർ ഫോഴ്സിബിളായിട്ട് തരും. ചില ചാർട്ടുകൾ പുനിതൻ സാറിന് പുനിതൻ ഡോക്ടറെ കാണിക്കുക அப்படின்னு சொல்லி. അപ്പോൾ ചില പേഷ്യൻ്റ് സങ്കടത്തോടെ കണ്ടിട്ട് പോകും. ഞാൻ വെരി ജൂനിയർ അല്ലേ. അപ്പോൾ എല്ലാവരും മെനറ്റ് സാറെ കാണാൻ തന്നെ താല്പര്യപ്പെടും. അപ്പോൾ സാറ് പതുക്കെ സ്ഥലം വിട്ടു പോകും, അവിടെ പോയി അഡ്മിനിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ ദേ ആർ ഫോഴ്സിബിളി അവർ നമ്മളെ തന്നെ കാണും, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഒരു ദിവസം സാർ ഓഫീസിലിരുന്നപ്പോൾ നമുക്ക് ആ തമിഴ് ഡോക്ടറെ എടുത്ത് ചാർട്ട് വയ്ക്കണം, വലിയ ഡോക്ടറെ എടുത്ത് വേണ്ടാം. അത് സാറ് കേട്ടു. പുനിതൻ, ദിസ് ഈസ് ദ ഹൈ ടൈം ഐ ഷുഡ് ലീവ് ദ OPD. ഈ വാക്ക് പറയുന്നു. പുനിതൻ, ഐ എം വെരി ഹാപ്പി, പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ യു. മക്കളെല്ലാം പുനിതനെ തിരക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇവിടെ എല്ലാം ശരിയാവത്തില്ല, യു ടേക്ക് കെയർ ഓഫ് ദ OPD. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനപ്പുറം ഞാനും കാതൽ എല്ലാവരും ഉட்காந்து മെഡിസിൻ നോക്കിയില്ല. എല്ലാം സിൻസിയറാണ്. യാർ ഡ്യൂട്ടി ആയാലും യാർ ഡ്യൂട്ടി ഇല്ലെങ്കിലും ഒരു എമർജൻസി വന്നാൽ എല്ലാവരും ഓടിയാണ്. അങ്ങനെ വന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പതുക്കെ. അപ്പോൾ ബാബുരാജ് സാറുണ്ട് പീഡിയാട്രിക്സിൽ. അവരെപ്പോഴും ഉച്ചയ്ക്ക് നമ്മുടെ റൂമിൽ വന്ന് തന്നെ സംസാരിച്ചിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഒരു ടീം വർക്ക്, ഭയങ്കര ടീം വർക്കായിരുന്നു. ഒരു ഫെമിലിയൽ ബോണ്ടും ഉണ്ട്, ഓരോരുത്തർക്ക് ഇടയിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ ഫാമിലിയിൽ ഒരു കഷ്ടമായാലും അത് സാറെടുത്ത് പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലും തരും. അതുപോലെ പണ്ട് നമ്മൾ നല്ല സാപ്പാട് കിട്ടണമെന്നാൽ നമ്മ നിവിൻ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടും. എല്ലാവരും വൈകുന്നേരം പോയി അവിടെ പോയി ഫുഡ് കഴിക്കും. ഇങ്ങനെ ഒരു ഇതായിരുന്നു. 2 years കഴിഞ്ഞ് when I leave, I was deeply touched by Dr. Menet sir and the farewell speech. എന്നെല്ലാം വിഷമിച്ചിരിക്കുന്നു. പുനിതൻ തിരിച്ചു വരും,
നമ്മൾ കാണാൻ വേണ്ടി തിരിച്ചു വരും. ആരും സങ്കടപ്പെടണ്ട, അവർ പുള്ളിക്കാരൻ പഠിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞ് ഇങ്ങനെ വഴികളിൽ വിട്ടത്. അതുപോലെ തിരിച്ചു വന്ന് വീണ്ടും വന്നവരെ ഇപ്പോൾ കുറച്ച് വളർന്ന് ഒരു ദിവസം സാറ് പറഞ്ഞ് ഇത് പുള്ളിന് ഒരു വലിയ മെഡിക്കൽ കോളേജ് കെട്ടി എട്ടിയിരുന്നു. ഞാൻ ചിരിച്ചു, സാർ என்ன சார் நீங்கள் ஒன்றுமே இல்லை இதில் எப்படி சார்? இல்லை புரியுது, வி ஷுட் ட்ரீம். அது அப்படி பதுக்க നമ്മൾ ഒരു നടപടിയാക്കാം. ബാബുരായ സാർ ഉണ്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഹി ഹാസ് എ വെരി ലോങ് വിഷൻ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ നമ്മൾക്കും ഒരു അവരുടെ നാളെ പഠിച്ചത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുമ്പോൾ കുറച്ച് നാളെ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് നമുക്കൊരു ലോങ് വിഷൻ വേണം. വേർ ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഗോ, ഹൗ ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഗോ ഫോർവേഡ്. ഒരു നാളും അത് ടേക്ക് ഓവർ ചെയ്തവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്കിലോട്ട് പോയിട്ടേ പ്രോബ്ലങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് വി നെവർ വെന്റ് ബാക്ക്. അതുമാതിരി എല്ലാവരും ഒരേ ഒരു ഇതാണ്. அந்த மெடிக்கல் காலேஜுக்கு அப்புறம் அந்த ஒரு பர்சனல் பாண்ட் குறைஞ்சது போல தோணி. പക്ഷേ ഇപ്പം നമ്മളെല്ലാം ലീഡറായി, നിങ്ങൾ ലീഡറായി, ഞങ്ങൾ ലീഡറായി, എല്ലാവരും ഓരോരുത്തർ ലീഡർ ആകുമ്പോൾ അവരുടെ താഴെയുള്ളവരെ അനുസരിച്ച് ഒരു ഫാമിലി മാതിരി നടത്തിയാൽ വലിയ പ്രശ്നം വരില്ല. അവർക്ക് അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ വെരി ഗുഡ്, അതിനോട് അപ്രിഷിയേറ്റ്. സാർ നമ്മൾ തോളിൽ തട്ടി കൊടുക്കും, ചിലപ്പോൾ ഓപ്പൺ ഫോറത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യും. അതുപോലെ 1-2 അപ്രിഷിയേഷൻ കൊടുക്കും, എനിക്ക് ഹാപ്പി. ചിലപ്പോൾ പ്രോബ്ലം വരുമ്പോൾ അത് ക്രിറ്റിസിസത്തെ പേഴ്സണലായിട്ടും സംസാരിക്കാം, അങ്ങനെ. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ വർക്കിംഗ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇനിയും ഇപ്പോൾ ഓൺലി തിങ് മിസ്സിംഗ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി. അതും ഇനി വന്ന് நான் ரிட்டையர்ட் ஆகிறதுல எனக்கு பெரிய ஹாஸ்பிட்டல் ஆகணும்னாலும் എൻ്റെ ആഗ്രഹം. അതിൽ ഞാൻ ഒരു പാർട്ട് ഓഫ് ദ ടീമായിട്ട് എപ്പോഴും എൻ്റെ റോളിൽ പ്ലേ ചെയ്യും. നിങ്ങൾ സന്തോഷമായിട്ട് അവങ്ങവங்க റോളിൽ പ്ലേ ചെയ്യുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഉങ്ങളുടെ ജീവിതത്തിൽ മെജോറിറ്റി നമ്മൾ കൂടുതൽ സമയം ഇവിടെ തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത്, സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്ത് ഓരോരുത്തർക്കും സപ്പോർട്ടീവായിട്ട് ഇരിക്കണം. വേറെ എന്തോ I think that is enough. Thank you so much. So എല്ലാവരും സന്തോഷമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 25 years കഴിഞ്ഞാൽ ആദരിക്കും, കുഴപ്പമില്ല, സന്തോഷം. പിന്നെ കുറച്ച് മോട്ടിവേഷൻ സ്പീച്ച് ഇത് പറ്റിയ പരിപാടിയല്ല എനിക്കെന്ന് എനിക്ക് തോന്നി. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൂടി എങ്ങനെ ഒരുമിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ഒരു പ്രോബ്ലമുണ്ട്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അത് നമ്മുടെ സ്ഥാപനമായാലും പിള്ളേരുടെ പഠിത്തമായാലും ഒരുപോലെയാണ്. അപ്പം നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷം മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് സാറുള്ളപ്പോൾ. 1986, അന്ന് എനിക്ക് 8 വയസ്സാണ്. അന്ന് ഇവിടെ വന്നപ്പം എനിക്ക് എന്തിൻ്റെ കുറേ കുഞ്ഞി താഴ്വരയിൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു ബിൽഡിംഗ് പോലെ എനിക്ക് വലിയ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ആ ഭാഗോട് എനിക്ക് ആണെന്ന് തോന്നുന്നു, പഴയ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല. ഞാനന്ന് വന്നത് ഇവിടെ ഡിവൈൻ, ഇവിടെ വെള്ളമില്ല, ഭയങ്കര വെള്ളക്ഷാണ്. അപ്പം ഡിവൈൻ വാട്ടർ ഇതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിന്റെ കൂടെ വന്നതാണ്. അന്നിങ്ങനെ മാല പിടിച്ചതും ഒക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തമായി ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് അധികം ആലോചിക്കുന്നില്ല. എനിക്ക് ആദ്യം 2 മെഡിക്കൽ കോളേജുകൾ അറിയാവും. പഠിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പം ജോലി ചെയ്യുന്നില്ല. ഈ 2 ഓരോ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, God has a plan for everyone else. And ആ പ്ലാൻ ഒരിക്കലും തെറ്റത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞപ്പോൾ ഏതൊരു MBBS കഴിഞ്ഞ ഒരാൾ ആഗ്രഹിക്കുന്ന പോലെ കുത്തിയിരുന്ന് പഠിക്കുക, PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ തള്ളിക്കൊണ്ട് ഇവിടെ ജൂനിയർ ഡോക്ടറേറ്റ് ഞാൻ ജോയിൻ ചെയ്തു. ഭയങ്കര വിഷമിച്ച് അന്നാ രാത്രി ഞാനിവിടെ കരയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ട് തനിയൊരു മുറി കൊണ്ടിട്ട് എന്തിനപ്പ ഈ കഷ്ടം ഞാൻ ഇവിടെ ഒന്ന് തനിയെ കിടക്കുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും തുടക്കം അത് വെച്ച് വേണം. എൻ്റെ ആദ്യത്തെ സാലറി 2002 ഞാൻ മസി ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. ചേച്ചി ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് 9,000 rupees എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വിൻഡോയും അവിടെ പോയി മേടിച്ച 9,000 rupees. ഇതിപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയല്ല ഞാൻ വാങ്ങിക്കുന്ന സാലറി, എത്രയോ അധികം. ഒരു കാര്യം, പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് പറയാന്ന് വെച്ചാൽ സാനുവിനെ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. സാനുവിന്റെ കല്യാണത്തിന് ഞാനായിരുന്നു ജോയിൻ ചെയ്തത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തോണ്ട് ഞാൻ എന്നെ OP ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരും കല്യാണത്തിന് ബാക്കി ആരെയും കാണാനില്ല. സാനു ഇങ്ങനെ കാരണം മണി ബാക്കിയെടുത്തോ. അതാണ് നമ്മുടെ സാനു. പിന്നെ ഒരുപാട് നല്ല സിസ്റ്റർമാരെ എപ്പോഴും ചിരിച്ചും കളിച്ചും
പക്ഷെ ഇതിലെല്ലാം ഉപരി മൈ ബെറ്റർ ഹാഫ് എനിക്കിവിടെ പിന്നെ പീഡിയാട്രിക്സിൽ അത് കഴിഞ്ഞ് കാഷ്വാലിറ്റി കുറേ കാലം ജോലി ചെയ്തു. ഏറ്റവും ജീവിതം ഒരു എന്താ പറയുക ഒരു രസമായിരുന്നു കാഷ്വാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ. അന്ന് അധികം ഒരു ബിൽഡിംഗ് ഇല്ല. ഇപ്പോഴത്തെ ഫിസിക്കൽ മെഡിസിൻ്റെ മാളുടെ റൂമിലാണ് നമ്മൾ ഈ കാഷ്വാലിറ്റി ഡ്യൂട്ടിയൊക്കെ കിടന്ന് ഉറങ്ങേണ്ടത്. പഴയ കാഷ്വാലിറ്റി അവിടെ കന്നുകൊണ്ട് പഴയ അംബാസിഡർ ടാക്സി ഹോൺ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ അന്ന് കുറച്ച് വയസ്സേ പോയ്സണിങ് ആയിരിക്കോ അല്ല MI ആയിരിക്കോ അതൊന്നും അല്ലെങ്കിൽ MI ആണോ ഗ്യാസ്ട്രൈറ്റിസ് ആണോ ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ആദ്യം റാൻഡാക്കി കൊടുക്കണം. നാക്കിനടിയിൽ സ്വന്തം സോപ്പിട്ടോ നാക്കിനടിയിൽ ഒരുപാട് പ്ലാനിങ് ആയിരിക്കും. പിന്നെ സാറ് പറഞ്ഞ ടീം വർക്ക് പുനരൻ സാറ് ഖാദർ സാർ നമ്മുടെ ആൽബനിയിലുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. സാറ് കയ്യിൽ കൊടുത്താണെങ്കിൽ എന്തൊരു ആവശ്യത്തിനും ഓടി ഞാൻ ട്രാൻഡ്മെഡിക്കൽ കോളേജിലാണ് ഹൗസ് സർജറി ചെയ്തത്. അവിടെ പോയ്സണിങ് പറഞ്ഞാലും ഒരുമാതിരി ഡെത്ത് ഉറപ്പാണ്. കാരണം സ്റ്റൊമക് വാഷ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പേഷ്യന്റ് നന്മയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ബൈസ്റ്റാൻഡർ കാണുമ്പോൾ പേഷ്യന്റ് ഇങ്ങനെ കൈകാലം അടിക്കുമ്പോൾ അറ്റൻഡറിന് ഒരു 100 ബോർഡ് അവർ അതോടെ അത് മതിയാക്കി പേഷ്യന്റ് നേരെ മുകളിലോട്ട് ബോർഡിലേക്ക് അവിടുന്ന് പെട്ടെന്ന് മുകളിലോട്ട് പേഷ്യന്റ് പോയിക്കോളും. കാരണം സ്റ്റൊമക് വാഷ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഡെത്ത് പോലും പോയ്സണിങ് കണ്ടിട്ടില്ല. സാറ പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഡെന്റൽ അപ്പോയിന്റ്മെന്റ് കാണും പേഷ്യന്റ്. അതൊരു ടീം വർക്ക്. ഇവിടെ ഓർമ്മയുണ്ട് ആദ്യത്തെ ഡെത്ത് ഒരു 10 വയസ്സ് കുറച്ചാണ്. ബാബുരാജ് സാർ കഴിച്ചോണ്ടിരുന്ന പാത്രത്തിൽ ചോറിട്ടില്ല. പിന്നെ എനിക്ക് കാര്യമോ അവരുമായിട്ട് സംസാരിക്കേണ്ടിയോ വന്നിട്ടില്ല. അന്നൊക്കെ 23 വയസ്സിൽ നമുക്ക് 10 വയസ്സ് കൊച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സാർ നോക്കുന്നില്ലെങ്കിൽ സാർ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ പകുതി ചോറ് പാത്രത്തിൽ സാർ ഇട്ടിട്ട് ഓടി വന്നു എൻ്റെ കൂടെ. ഞാനൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ടീം വർക്ക്. പിന്നെ ഈ ദിവസം 22 വർഷം മുമ്പ് അന്ന് ഞങ്ങൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഗാലറി ഹാളിൻ്റെ തൊട്ട് ബാക്കിയുള്ള നഴ്സസ് ഹോസ്റ്റലാണ്. ഇപ്പൊ അത് കൂട്ടിയിട്ടേക്കുന്നു. അന്ന് അതായിരുന്നു മെയിൻ ഗേറ്റ് ആഴിയുള്ളത്. എന്നിട്ട് എങ്ങനെയാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നില്ല. ഒരു പേര് താഴോട്ട് ഇങ്ങനെ ഒരു പേര് ആ സ്ഥലത്താണ് ഡെലക്സറും കുടുംബവും താമസിക്കുന്നത്. ഞങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം അവരുടെ ഓരോ റൂമിലായിട്ട് താമസിക്കുന്നത്. ഒരു വട്ടത്തിന് ചുറ്റും അതായത് സാർ പറഞ്ഞാൽ നമുക്ക് ഫുഡ് എല്ലാം ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഡെലക്സർ അവിടെ മറുപടിയുന്ന ഒരു പേപ്പർ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ സാറിനെ കൈ ഇങ്ങനെ ഓടി ഇറങ്ങി വരുവാൻ അത് ഈ പേപ്പറായിരുന്നു എന്നുള്ളത് ഇവിടെ തിരിച്ചു വന്ന് ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. പിന്നെ അപ്പൊ അന്ന് രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊന്നും വെട്ടിപ്പോൾ കാഷ്വാലിറ്റി കസനെ കൊണ്ട് നേരില്ലാത്തൊരു ആശുപത്രി. അപ്പൊ ഞങ്ങളെല്ലാവരും ജൂനിയർ ഡോക്ടേഴ്സ് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻ, ബാർമ, ജെറി, വന്ദന, ഡാലിയ ഞങ്ങളെല്ലാം രാത്രി ഈ മെഡിക്കൽ കോളേജ് പിന്നെ ഒരു പ്രിൻസിപ്പൾ ചൂടി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതൊന്നും സംസാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്തൊക്കെയോ നന്മയുണ്ട്. അതിലെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരാളാണ് EG സാർ, വേണുഗോപാൽ സാർ. സാറിനെ അതേ ഒരുപാട് പലരും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യത്വം എന്തെന്നുള്ളത് എത്ര ഉന്നതിയിലോട്ട് പോയാലും എങ്ങനെ മനുഷ്യരുമായിട്ട് ഇടപെടണം അതെങ്ങനെ പഠിപ്പിച്ചു തന്നത്. പഠിപ്പിക്കുകയല്ല, സാധാരണ ചെയ്യുന്നത് അത് കണ്ട് പറ്റുന്നതും നമ്മൾ അത് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നല്ല ഡോക്ടേഴ്സ്, അതിൽ ജമീല മാഡം എപ്പിറ്റോം ഓഫ് ഹാർഡ് വർക്ക്, അല്ലാതെ ഒരു വാക്ക് മാഡത്തില്ല. ബാബുരാജ് സർ അനദർ എപ്പിറ്റോം ഓഫ് ഡെഡിക്കേഷൻ. നമ്മുടെ ബെന്നിസ് സാറും പ്രത്യേകിച്ച് എനിക്ക് വാക്കുകളില്ല പറയാൻ. ബെന്നിസ് സാർ പറഞ്ഞ പോലെ ഡ്രീം ഹൈ സ്കൈ ലിമിറ്റ് അല്ല സാറിന്. സാറിന് അതിനപ്പുറം എന്തോ ആണ്. ഈ കോളേജിൽ ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ പറ്റില്ല. സോളമൻ അച്ഛനെ അറിയാമെന്ന് വിചാരിക്കുന്നു. പഴയ സോളമൻ അച്ഛൻ മരിച്ചുപോയ സോളമൻ. ഞാൻ PG ചെയ്യുന്ന സമയം അത് ഈ മെഡിക്കൽ കോളേജ് ആയി തുടക്കം. സാർ അച്ഛനൊരു ദിവസം വീട്ടിൽ വന്നിട്ട് അത് മെഡിക്കൽ കോളേജ് ആയി കഴിഞ്ഞു. അപ്പം ബെന്നിസ് സാറിനെ പറയായിരുന്നു, ഈ ബെന്നിസ് ഡോക്ടർ ബെന്നിസ്
എനിക്കിതൊരു മെഡിക്കൽ കോളേജ് ആവണം എന്നൊരാഗ്രഹം. അന്ന് കേരളമൊട്ടായ 5 ഗവൺമെന്റ് കോളേജേ ഉള്ളൂ. പ്രൈവറ്റ് കോളേജ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റിലായിട്ട് കേരളത്തിൽ നല്ല സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാലം. അപ്പം അച്ഛൻ വിചാരിച്ചൊന്ന് ഇങ്ങനത്തെ അത്തരം. പക്ഷെ അതിപ്പം അച്ഛൻ പിന്നെ പറഞ്ഞു അതറിയാവുന്ന വേണ്ടി തെളിയിച്ചു. അതാണ് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഡ്രീം ഹൈ. നാട്ടിൽ പട്ടാണെന്ന് വിചാരിക്കട്ടെ, അതിന് അപ്പുറം ഡ്രീം ചെയ്യാൻ കൈയല്ല നിങ്ങളുടെ ലിമിറ്റ്. യു ഹാവ് മച്ച് മോർ ടു അച്ചീവ്. ബട്ട് മേക്ക് ഷുവർ യു do that much hard work and plan it in such a way that you achieve your goal. Pray to God, believe in God, pray to God, dream high. As I said, sky is never your limit, but strive hard to achieve your goal. God bless you. സ്നേഹവും ബഹുമാനവുമുള്ള ചാപ്ലൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കുന്ന സുശീലച്ചൻ, മറ്റു വൈദിക ശ്രേഷ്ഠര്, പ്രിൻസിപ്പൽ മാഡം, മെഡിക്കൽ സൂപ്രണ്ടന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ സ്റ്റാഫ് അംഗങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹമാണ്. എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാവരും പറഞ്ഞു ഒരു കാര്യം, ദൈവം നമുക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റ്. മെഡിക്കൽ സൂപ്രണ്ടന്റ് അധ്യക്ഷ പ്രസംഗം പറഞ്ഞപ്പോൾ പലതരം ഗിഫ്റ്റുകളെ കുറിച്ച് സംസാരിച്ചു. എല്ലാ ഗിഫ്റ്റുകളും ഈ സ്ഥാപനത്തിൽ അളവുകളില്ലാതെ ദൈവം നൽകി, അതിന് സംശയമില്ല. മെഡിക്കൽ കോളേജ് ആകുന്നതിന് മുൻപ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് ഡോക്ടർ കുഞ്ഞിലനും ഡോക്ടർ ജോവാൻ. അവരവരുടെ അനുഭവം പറഞ്ഞു. അതിനേക്കാളും ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഈ ക്യാമ്പസിൽ യാത്ര തുടങ്ങിയവരാണ് ഞാനും ബാബുരാജും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഒരു മെഡിക്കൽ കോളേജ് ആയി എന്ന് പറയുവാൻ ദൈവം ഇടവരുത്തിയത് ഞങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല. 1986 ശേഷം പിന്നിലോട്ട് നോക്കാതെ ഈ സ്ഥാപനത്തെ ദൈവം മുന്നോട്ട് നടന്നു. കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച വ്യക്തികൾ നിരവധി പേരാണ്. 130 വർഷങ്ങൾക്ക് മുൻപ് 1894 ദൈവം ഈ പ്രദേശത്തേക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ തുടക്കം. പള്ളികൾ പള്ളിയുടെ വെസ്ട്രിയിൽ നിന്ന് തുടങ്ങി കാരക്കുളത്ത് ആ സ്ഥാപനം ഇന്ന് ദക്ഷിണേന്ത്യ സഭയിലെ ഏക മെഡിക്കൽ കോളേജായി അവശേഷിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും പുതുമായുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങണമെന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്തയാണ്, പള്ളികൾ പള്ളിയുടെ മുറ്റത്തു നിന്ന് ഒരു കാരക്കോണം മാരത്തോൺ, ഒരു കൂട്ട ഓട്ടം വിദ്യാർത്ഥികളും സ്റ്റാഫുകളും തുടങ്ങണം. ഇന്ന് രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ നല്ല മഴ, നമുക്കത് ക്യാൻസൽ ചെയ്യും. അപ്പം അച്ഛൻ പറഞ്ഞ വാചകം, ഡോക്ടർ പുറകോട്ട് കാണി വയ്ക്കുന്ന പരിപാടിയില്ല, മഴയല്ല എന്തുമായാലും നമ്മൾ മുന്നോട്ട്. ദൈവം അതും അത്ഭുതകരമായിട്ട് ആ തുടക്കം 22 വർഷം പിന്നിടുമ്പോൾ അതിന് അവസരമുണ്ടായി. ഡോക്ടർ ജോവാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഡ്രീം ഹൈ. നമ്മുടെ വീട്ടിലെ കാര്യമായാലും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമായാലും, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യമായാലും, നമ്മുടെ കാര്യമായാലും ഒരു തടസ്സവുമില്ല നമുക്ക് ടു ഡ്രീം ഹൈ. അതിന് ചെലവില്ല, അതിന് പൈസ കൊടുക്കണ്ട, നമുക്ക് സ്വപ്നം കാണാൻ മതി. ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നതും
നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളാണെങ്കിൽ അത് ചെയ്തു തരുന്നത് ദൈവം തമ്പുരാൻ മാത്രമാണ്. Almighty God alone. ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തും സ്റ്റാഫിൻ്റെ അടുത്തും ഉപയോഗിക്കുന്ന ഒരു വാക്കിതാണ്, ദൈവം തരുന്ന ആരോഗ്യവും ദൈവം തരുന്ന ആയുസ്സും മാത്രമേ നമുക്കുള്ളൂ. ദൈവം ആരോഗ്യം തന്നാൽ, ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത്, ബാക്കിയെല്ലാം ആയിരിക്കും. ഈ സ്ഥാപനത്തെ ദൈവം അത്രത്തോളം അനുഗ്രഹിച്ചു, അത്രത്തോളം വളർത്തി ഇന്ന് ഈ നിലയിലാക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ മാത്രമാണ്. ഒന്നുമില്ലാതിരുന്നിടത്തുന്നത് ദൈവം ഇത്രത്തോളം നമ്മളെ വളർത്തി. ഈ സ്ഥാപനം വളർന്നു വരുന്നത് കാണുവാൻ നിങ്ങളിൽ 99% പേരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപക്ഷെ 0.1% പേര് കൊണ്ട് അതിന് ഉപകരണങ്ങളാക്കി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ട് ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇതിനെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്ത ആ കേസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സഭയിലുള്ളവർ വീണ്ടും ചെന്ന് പറയുകയാണ് കൊടുക്കരുത്. ഏത് ശമ്പളം കൊടുക്കരുതെന്നല്ല, ആ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുക്കാൻ അനുവദിക്കരുത്. അവരുടെ ഉദ്ദേശം എന്തുവാണപ്പോൾ? ഇതെങ്ങനെയെങ്കിലും പറയണം. ശമ്പളം കിട്ടാതാകുമ്പോൾ മേഡക്ക് മെഡിക്കൽ കോളേജിൽ CSIയുടെ ഹൈദരാബാദിലുണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ 1 വർഷം പ്രവർത്തിച്ചു, കൂട്ടിപ്പോയി. അത് വിൽക്കാൻ തീരുമാനിച്ചു. ഒരു കമ്മീഷൻ്റെ അംഗമായി ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് ഡോക്ടർമാരെല്ലാം അവരുടെ ജോലി നോക്കി മറ്റിടങ്ങളിലേക്ക് പോയി. ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർ എല്ലാവരും പോയി. ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസും പോയി. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു പിടി ആൾക്കാർ ഒരു ഓഫീസിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 6 വരി പാത, നാഷണൽ ഹൈവേ. അവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് കാണുന്നത് എയർപോർട്ട്. ഇത്രയും മനോഹരമായൊരു സ്ഥലം. മെഡിക്കൽ കോളേജിൻ്റെ ക്ലാസ് റൂമുകളിൽ കെട്ടിയിട്ടിരുന്നെടുത്ത് പൊട്ടിയ ജനൽപ്പാളിയിലിടയിലൂടെ കൊരങ്ങന്മാർ. അപ്പം ഇങ്ങനെ നശിച്ച് കാണണമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ഒരു ചുരുക്കം ചില ആൾക്കാർക്ക് വേണ്ടി എൻ്റെ വിനീതമായ അഭ്യർത്ഥന നിങ്ങളോട്, ദൈവമേ, അവരറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് ക്ഷമിക്കാൻ, ദൈവം അവരുടെ മനസ്സുകളെ തിരിഞ്ഞു വരുന്നതിന് വേണ്ടി നിങ്ങളെങ്കിലും അത്ര വേദനയോടുകൂടിയാണ് ഇത് പറയേണ്ടി വരുന്നത്. പ്രാർത്ഥിക്കുക. ഈ സ്ഥാപനം ഇനിയും വളരണം. കുരുന്നൻ ഡോക്ടറും ബാബുരാജ് ഡോക്ടറും എല്ലാം പറഞ്ഞു, ഇത് ഒരു കാരണവശാലും നശിച്ചു പോവില്ല. ഇന്ന് വരെ നോക്കിയ ദൈവം കാത്തുകൊടുക്കും. ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ അത് തന്നെയാണ്. ഇന്ന് വരെ അത്ഭുതകരമായ രീതിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം വളർത്തിയ ദൈവം നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തും. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാനല്ല, ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്, നമ്മുടെ വർക്ക്മാൻമാർ, നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫ് ഇതെന്തുവാണെന്ന് ഒന്നുമില്ലാതെ ഞങ്ങളെപ്പോലുള്ള സീനിയേഴ്സിൻ്റെ വഴക്ക് കേട്ടായാലും അഹോരാത്രം അവരുടെ കഴിവിൻ്റെ അറ്റം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് ഇത്രത്തോളം ഈ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിച്ച് വളർത്തി തന്നത്. 2002 ജൂൺ 20 ദൈവം നമുക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനുള്ള അനുവാദം, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഗവൺമെൻറ് നൽകിയ ദിവസം
യാതൊരു സംശയവുമില്ല, സ്വർണ്ണ ലിപികളാൽ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് തുടങ്ങിയ തുടക്കം, തുടർന്നുള്ള ജീവിതം, നിങ്ങളിൽ പലർക്കും ഈ സ്ഥാപനം കടന്നുപോയിട്ടുള്ള പൗരസ് ഡോക്ടർ പറഞ്ഞതുപോലെ അതിൻ്റെ ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിൻ്റെ ലീഗൽ ബാറ്റിൽസ്, അതായത് കോടതി കേസുകൾ, ഫാക്കൽറ്റി ഇല്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥകൾ, ഇതിന് നേതൃത്വം വഹിക്കുന്ന മെഡിക്കൽ സൂപ്രണ്ടന്റും പ്രിൻസിപ്പളും ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വിശ്വാസമല്ല ദൈവം എങ്ങനെ ഇതിനെ കൊണ്ടെത്തിച്ചു തരും. കാര്യങ്ങളും പൂട്ടിയെന്ന് പലരും പറയുമ്പോൾ ദൈവം അതിനുപരി ഒരു വലിയ ശക്തിയോടുകൂടി ഇത് പ്രവർത്തിപ്പിച്ച് ഇന്ന് വരെയും കാത്തുവരുവാൻ. സ്നേഹമുള്ള സ്റ്റാഫ് അംഗങ്ങളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളോട് എല്ലാവരോടും ഒത്തൊരുമയോട് നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നമ്മുടെ കാത് കേട്ടിട്ടില്ലാത്ത രീതിയിൽ, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത രീതിയിൽ ഈ സ്ഥാപനത്തെ വളർത്തുവാൻ കഴിവുള്ള ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. കുഞ്ഞിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്ന് ഇത്രയും സ്റ്റാഫ്, ഏകദേശം 1500 പരം സ്റ്റാഫ് ഇവിടെ മാത്രം, അവരുടെ മക്കൾ വളർന്നു. ചിലരൊക്കെ ഡോക്ടേഴ്സായി, ചിലരൊക്കെ ഈ സ്ഥാപനത്തിൽ തന്നെ ഡോക്ടേഴ്സായി പഠിക്കുന്നു, ചിലർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. വളരെയധികം സന്തോഷമാണ് ഇത്രയും അവാർഡുകൾ, മാർക്കുകൾ നേടി നമ്മുടെ കുഞ്ഞു മക്കൾ വളർന്നു വരുന്നത് കാണാൻ. ഇവരൊക്കെ ഒരുപക്ഷെ ഡോക്ടേഴ്സൊക്കെ ആയി വരുമ്പോൾ അവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് യോഗ്യകളായി വാർദ്ധക്യകാലത്ത് പോകുന്നവരായിരിക്കും ഞാനും ബാബുരാജനും മനുഷ്യയും പുനരനും. അപ്പോൾ ഇതൊരു കൂട്ടു കുടുംബമാണ്, ഒറ്റ ഫാമിലിയാണ്. പുനിതൻ ഡോക്ടറും ജോവാനുമൊക്കെ പറഞ്ഞ ആ ഫാമിലി ലൈഫ് അന്നത്തെ പോലെ ഇന്നിവിടെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങളിലും പുനിതൻ പറഞ്ഞ ഇതിൻ്റെ ബർത്ത്ഡേക്കാണ് നമുക്ക് ഇതുപോലത്തെ അവസരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നതിന് ദൈവം നൽകിയിരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Remember, Rome was not built in a day. ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല റോമ പട്ടണം. നമ്മുടെ കാലക്കൊണ്ടും 1894 തുടങ്ങിയ ചെറിയ തുടക്കം താഴ്ചകളുടെയും ഉയർച്ചകളുടെയും മധ്യത്തിലൂടെ വളർന്ന് ഇന്ന് ഒരു കിടാവിളക്കായി ശോഭിച്ചു നിൽക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഡോക്ടർ ജോയൻ ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. ഓർഗനോഫോസ്ഫറസ് പോയ്സണിങ് എന്ന് പറയുന്നത് വാഴയ്ക്കും നെല്ലിനുമൊക്കെ ഇടുന്ന മാലിന്യം കഴിച്ച ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം, ജീവിക്കാൻ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് ഇപ്പം അധികം കാണാറില്ല. അന്നൊക്കെ ഞങ്ങൾക്ക് ഡെയിലി ഇത് വരുമായിരുന്നു. എനിക്കും പുരുതനും സാധാരണനും ഒക്കെ ഞങ്ങൾക്ക് ഒരു ടീമായിരുന്നു ഇത് ചികിത്സിക്കാൻ. ഒരേ ഒരു സംഭവം, മണി എന്ന പേഷ്യൻ്റ് ഇവിടെ ഒരു കല്യാണത്തിന് വന്നു, ഭാര്യയോട് എങ്ങനെയോ പിണങ്ങി, കൊല്ലത്ത് നിന്ന് വന്ന പേഷ്യൻ്റ് അങ്ങേരും വാങ്ങിച്ച് തന്നെ കഴിച്ചു ഭാര്യയോടുള്ള പിണക്കം തീർക്കാൻ. ഇങ്ങനെ കാലക്കുളം വരുമ്പോഴും കാലിൽ അനക്കമുണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവന്നപ്പോൾ അനക്കമില്ല. ഇന്നലെ പോലെ ഞാൻ ഓർക്കുന്നത്, ഞാനും പുരുതനും കൂടെ അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് ട്യൂബ് പോയിട്ട് അന്ന് വെന്റിലേറ്ററുമില്ല, ഒന്നുമില്ല. 7 ദിവസം ആംബു ബാഗിൽ മാനുവലി ഇവിടെ തന്നത്തെ സിസ്റ്റമായിരുന്നു. ജൂനിയർ ഡോക്ടേഴ്സും കൂടെ വെന്റിലേറ്റ് ചെയ്തിട്ട് ആ പേഷ്യൻ്റ് ഈ ക്യാമ്പസ് വിട്ട് നടന്നുപോയി. ഞങ്ങൾക്കത് അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളതിന് സംശയം. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ പ്രാർത്ഥനകൾ ഇല്ലായ്മയുടെ മധ്യത്തിൽ തന്നെയാണ്
ഹോസ്റ്റലിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ കഴിയുന്നത്, വാർഡിൽ പേഷ്യൻസിനെ നോക്കുന്ന സിസ്റ്റേഴ്സ് കഴിയുന്നത്, ടെക്നോളജിക്കലി എന്തുമാത്രം അഡ്വാൻസ്ഡായി മറ്റുള്ള സ്ഥാപനങ്ങൾ വളരുമ്പോൾ ദൈവം ഇത്രത്തോളം നമ്മളെ വഴി നടത്തി. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഏപ്രിൽ മാസം 1-ാം തീയതി ബാബു ഓപ്പറേറ്ററായി സേവനം ആരംഭിച്ചു. ഗ്ലോറിയസി നടികൾ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. 1998 നവംബർ മാസം 2-ാം തീയതി സേവനം ആരംഭിച്ചു. ശ്രീമതി ഗ്ലോറിക്ക് ഷോളമി സ്ഥാപനത്തിനായി പ്രിൻസിപ്പൽ മേഡത്തെ ക്ഷണിക്കുന്നു. ശൈലജ പി നഴ്സിംഗ് സൂപ്രണ്ട്, സെപ്റ്റംബർ മാസം 8-ാം തീയതി സേവനം ആരംഭിച്ച നാളുകൾ ഹെൽത്ത് പ്രവർത്തിക്കുന്നു. സുജാതി അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് 1999 ഫെബ്രുവരി മാസം 26-ാം തീയതി നഴ്സായിട്ട് ജോയിൻ ചെയ്തു. അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് 1998 സെപ്റ്റംബർ മാസം 18-ാം തീയതി ജോയിൻ ചെയ്തു. ക്ഷണിക്കുന്നു. എഴുത്താകാരൻ ഏനം 1999 മെയ് മാസം 13-ാം തീയതി സേവനം ആരംഭിച്ചു. ശ്രീമതി രേഖ കെ ഏനം 1999 മെയ് മാസം 10-ാം തീയതി സേവനം ആരംഭിച്ചു. പെൻറ്റാജ് ഇലക്ട്രീഷ്യൻ 1999 ഏപ്രിൽ മാസം 1-ാം തീയതി സേവനം ആരംഭിച്ചു. സാനിറ്ററി അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു. 1999 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. തുടർന്ന് SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ തുടർന്ന് സമാന താല്പര്യത്തിനായി ഡോക്ടർ ബാബുരായി സാറിനെ ചെയ്യുന്നു. നീന എസ്
പ്രിൻസിപ്പലായിട്ടുള്ള ഷീബ റാണി. മിഥുൻ എസ് എം പ്രവർത്തിക്കുന്ന സതീഷ് കുമാറിന്റെ മകൻ. വിജിൻ എഫ് എസ് ലേബർ അസിസ്റ്റന്റായിരിക്കുന്ന ഫ്രാൻസിസ് പി എസിന്റെ മകൻ. കെവിൻ ജാസ് ആർ കെ അസിസ്റ്റന്റ് പ്രവർത്തിക്കുന്ന ഉമ്മായി കലയുടെ മകൻ. അഞ്ജലി ആവി വർക്കുകളായിരിക്കുന്ന വിദ്യാലയ സമിതിയുടെ മകൻ. വൈദ്യു ജയസ് സ്റ്റാഫ് നേഴ്സായിരിക്കുന്ന സുഗന്ധിയുടെ. സ്നേഹ ബി എസ് വർക്കുകളായിരിക്കുന്ന സുമ എസിന്റെ മകൻ. കെ എ കൃഷ്ണ രാഹുൽ പ്രൊഫസർ കോളേജ് ഓഫ് നഴ്സിംഗ് വർക്ക് ചെയ്യുന്ന അജയ ജോയ്സ് നടത്തിന്റെ മകൻ. ആഗ്ര എ എൻ ക്ലർക്കായി ജോലി ചെയ്യുന്ന നീത ബി എയുടെ മകൻ. തുടർന്ന് പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനമാണ് അവതരിപ്പിക്കുന്നത്. സമ്മാനദാനത്തിനായി ഡോക്ടർ കുറുതൻ സാറിനെ ക്ഷണിക്കുന്നു. CBSE പ്ലസ് ടുവിലേക്ക് കരസ്ഥമായിരിക്കുന്നവർ ആൻഡോ പി എസ് ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടിയുടെ മകൻ ആഷോർ ബാംഗ്ലൂർ. ജോയൽ ജോൺ തോമസ് ലാബ് ടെക്നീഷ്യൻ ആയിരിക്കുന്ന ലിറിക് ബി രാജിന്റെ മകൻ. CBSE 12th. കെ ആർ ജോയൽ ജോസഫ് നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന രാജ മേഡത്തിന്റെ. തുടർന്ന് പ്ലസ് ടു സ്റ്റേജ് അലീന എസ് അനിൽ ഫാർമസിസ്റ്റ് ഷീബ ആർ എസ്. ഷാരോൺ സതീഷ് സ്റ്റാഫ് നേഴ്സ് അനിലയുടെ മകൻ. അലീന സെലിൻ ജിൻസിമോൾ പീറ്റർ സ്റ്റാഫ് നേഴ്സിന്റെ മകൻ. ബൊയ്നോ ബി ജെ ജിനി ഹെൽമസ് സ്റ്റാഫ് നേഴ്സിന്റെ മകൻ. അബ്ദുൽ ബി എം സെക്രട്ടറി ആയിരുന്ന ബെനസ് ഉമ്മയുടെ. വിനോ ആർ പി സ്റ്റാഫ് നേഴ്സായിരുന്ന പ്രിയ സിയുടെ. അശ്വിൻ ജെ എബിൻ അസിസ്റ്റന്റ് ക്ലർക്കായിരിക്കുന്ന ജബിലയുടെ മകൻ. ഐവിൻ ലാലിഷ് ക്ലർക്കായി ജോലി ചെയ്യുന്ന സുന്ദരകുമാരിയുടെ മകൻ. ആഷിഖ് ബി എസ് ANM സ്റ്റാഫായിരിക്കുന്ന ഷീബ ആവൽ. അനഘ ടി ജെ സ്റ്റാഫ് നേഴ്സായിരിക്കുന്ന കവിത എഴുതിയ മകൻ. ഷർദിന എസ് എസ് ഫാർമസി അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഷൈല ജി. തുടർന്ന് സമ്മാനം നൽകുന്നതിനായി ശശിലച്ചനെ ക്ഷണിക്കുന്നു. അബിൻ എസ് എ സ്റ്റാഫ് നേഴ്സ് അനുശേഷിക്കുന്ന. ദർശ ക്രിസ്റ്റോസി ഹെഡ് മാജി സെല്ല സിസ്റ്റം. അനുജ ജെ എക്സ്റേ ടെക്നീഷ്യൻ ആയിരിക്കുന്ന ജിഷ പി എസിന്റെ. അക്സീഫ് ബി ജെ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്ന ജിജി ജാഫറിന്റെ മകൻ. ആദികേഷ് ബി സ്റ്റാഫ് നേഴ്സ് ആയിരിക്കുന്ന ബിദിന യു എസിന്റെ മകൻ. ഡോക്യുമെന്റായിരിക്കുന്ന ബിൻസില ഡിയുടെ മകൻ. അക്ബർ ബി എസ് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടായിരിക്കുന്ന ശ്രീജ ആഫീസിന്റെ മകൻ. അപ്പിയ ബി എസ് ഫാർമസിസ്റ്റ് ശുഭ പി എസിന്റെ മകൻ. അഭിജ വിനു സ്റ്റാഫ് നേഴ്സ് ആയിരിക്കുന്ന അനിത സിസ്റ്ററിന്റെ മകൻ. അനൂഷ് എത്ത മറ്റുള്ളവരായി ജോലി ചെയ്യുന്ന ലിൻ ബി സിയുടെ മകൻ. സൂര്യ രാജേന്ദ്രൻ സ്റ്റാഫ് നേഴ്സ് ആയിരിക്കുന്ന സുധ ബി എന്റെ മകൻ. സസ്ന ജേക്കബ് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടായിരിക്കുന്ന സുജ സിസ്റ്ററിന്റെ സുജ റോഷൻ സിസ്റ്ററിന്റെ മകൻ. റിയ റോബിൻ ഫ്ലോർ മാനേജർ ആയിരിക്കുന്ന സുനിതകുമാരി ജി സിസ്റ്ററിന്റെ മകൻ. തുടർന്ന് ഡിഗ്രി BSc നഴ്സിംഗ് ഉന്നത വിജയം കരസ്ഥമായിരിക്കുന്ന മരിയം ജോസഫ്
വന്നിരിക്കുന്ന ശൈലജ സിസ്റ്റർ, ഡെപ്യൂട്ടി നേഴ്സിംഗ് സൂപ്രണ്ട് ശൈലജ സിസ്റ്റർ. അഭിനവ് മോഹൻ BM MBBS വിജയം കരസ്ഥമായിരിക്കുന്ന ബീന DL ലിംഗമാൻ. ആൻസി JP ഇവാഞ്ചലിൻ പുഷ്പതയുടെ മകോപരീഷൻ ആയിരിക്കുന്ന MBBS എന്ന വിജയം കരസ്ഥമായിരിക്കുന്നു. അക്ഷിത S അനി MSc മറൈൻ മൈക്രോബയോളജി കരസ്ഥമായിരിക്കുന്ന ഷീബ PS ANU സ്റ്റാഫിലാണ്. ഫെബിൻ FS ലേബർ സിസ്റ്റമിന്റെ ഫ്രാൻസിന്റെ മകൻ TTC എന്നതിനോടെ കരസ്ഥമായിരിക്കുന്നു. അനശ്വര SS അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന സുനി ശ്രീകൻ മകൻ BSc ഡയറ്റ് എന്നത് വിജയം കരസ്ഥമായിരിക്കുന്നു.